റിയാസ്, വീണ്ടും നിപ്പ ബാധ എന്നൊരു സംശയമാണ് വരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ 43-കാരനെയാണ് നിപ രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ യുവാവിനെ പ്രവേശിപ്പിച്ചത്. ഇയാൾക്ക് രോഗലക്ഷണങ്ങളുണ്ടായിരുന്നു. അതേ തുടർന്ന് നിപ്പയാണോ എന്ന് കണ്ടെത്താനുള്ള PCR ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഈ PCR ടെസ്റ്റിന്റെ സ്രവം PCR ടെസ്റ്റിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധനാ ഫലം നാളെ വൈകിട്ടോടുകൂടി മാത്രമാണ് ലഭിക്കുക. സാധാരണ കോഴിക്കോട് ജില്ലയിലാണ് നിപ പൊതുവെ കൂടുതലായി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും കോഴിക്കോടാണ് ഇപ്പോൾ നിപ്പ ബാധ എന്നൊരു സംശയം ഉടലെടുക്കുന്നത്. രോഗലക്ഷണങ്ങളോടെ ഫറൂഖ് സ്വദേശിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും സ്രവമടക്കം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കോഴിക്കോടാണ് ഇത്തരത്തിൽ നിപ്പ ബാധ ഒരു സംശയം നിലനിൽക്കുന്നത്. രോഗലക്ഷണങ്ങളോടെ ഫറൂഖ് സ്വദേശിയാണ് ഇപ്പോൾ എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സ്രവമടക്കം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. റിയാസ് KM ചേരുന്നു. റിയാസ്, തുടരാം. കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ 43-കാരനെയാണ് നിപ രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ഈ യുവാവിന്റെ സ്രവം PCR പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലാബിലേക്കാണ് പരിശോധനയ്ക്കായി അയച്ചത്. നാളെ വൈകിട്ടത്തോടുകൂടി ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫലം ലഭിച്ചാൽ മാത്രമാണ് നിപയാണോ അല്ലയോ എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത് നിപ രോഗലക്ഷണങ്ങളോടുകൂടിയാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. മാത്രമല്ല ആരോഗ്യവകുപ്പ് അധികൃതർക്ക് ഇത് സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട്. DMOയെ വിളിച്ച് അദ്ദേഹം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പരിശോധനാ ഫലം നാളെ വൈകുന്നേരത്തോടുകൂടി മാത്രമേ വരികയുള്ളൂ. ഏതായാലും കോഴിക്കോടാണ് നിപ്പ ബാധ എന്ന ഒരു സംശയം ഉടലെടുക്കുന്നത്. രോഗലക്ഷണങ്ങളുടെ ഫറൂഖ് സ്വദേശിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. സ്രവമടക്കം PCR പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.